നമസ്കാരം. നിലമ്പൂർ MLA സ്ഥാനം രാജിവെച്ച കേരളത്തിൽ പാർട്ടി സംവിധാനം കെട്ടിപ്പടുക്കാൻ ഇറങ്ങിയ PV അൻവറിനെ തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ നിന്ന് രാജ്യസഭാ അംഗമാക്കുമെന്നുള്ള സൂചനകൾ വരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൃണമൂലിന്റെ ബാനറിൽ കേരളത്തിൽ പൊതുസമ്മതരെയും മത്സരിപ്പിച്ച് ജയിപ്പിച്ചെടുക്കാനുള്ള തന്ത്രങ്ങളും അണിയറയിൽ തയ്യാറാവുകയാണ്. മലയോര മേഖലയിലെ 50ലേറെ മണ്ഡലങ്ങളിൽ കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഇടങ്ങളിൽ തൃണമൂൽ ശ്രദ്ധയൂന്നുന്നതായിട്ടാണ് സൂചനകൾ. ദേശീയതലത്തിൽ കോൺഗ്രസ് ഉൾപ്പെട്ട ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് തൃണമൂൽ കോൺഗ്രസ്. ആ സ്വാധീനം ചെലുത്തി ഇവിടെ UDF-ൽ ഘടകകക്ഷിയായി മാറാൻ തൃണമൂലിന് കഴിയും. അടുത്ത തിരഞ്ഞെടുപ്പിൽ UDF-ന് അധികാരം കിട്ടിയാൽ മന്ത്രിസ്ഥാനത്തിനും അവകാശവാദം ഉന്നയിക്കാം. തൃണമൂൽ കോൺഗ്രസിന് ലോക്സഭയിൽ 23 അംഗങ്ങളും രാജ്യസഭയിൽ 13 അംഗങ്ങളുമുണ്ട്. രാജ്യസഭയിലേക്ക് അടുത്ത ഒഴിവിൽ പരിഗണിച്ചാൽ അൻവറിന് MP ആകാം. കേരള രാഷ്ട്രീയത്തിൽ സജീവമായി തുടരുകയും ചെയ്യാം. ബംഗാളിൽ CPM-ന്റെ അതിശക്തരായ ശത്രുക്കളാണ് തൃണമൂൽ. BJP-യെയും അതേ നാണയത്തിൽ എതിർക്കുന്നു. അതിനാൽ ന്യൂനപക്ഷങ്ങൾക്കും ക്രൈസ്തവർക്കുമെല്ലാം മമതയോട് എതിർപ്പുണ്ടാകില്ല. UDF-ലെയും LDF-ലെയും പല പാർട്ടികളിൽ നിന്ന് ഒതുക്കപ്പെട്ടവരും ഒതുങ്ങിക്കൂടിയവരുമായ നേതാക്കളെ ഒപ്പം കൂട്ടി തൃണമൂൽ കോൺഗ്രസിനെ കേരളത്തിൽ ശക്തമായൊരു രാഷ്ട്രീയ പാർട്ടിയെ കെട്ടിപ്പടുക്കുക എന്നതാണ് PV അൻവറിന്റെ പ്രധാന ദൗത്യം. മലയോര മേഖലയിലെ കർഷകർ ഉൾപ്പെടെ വിവിധ ജനവിഭാഗങ്ങളെ പാർട്ടിയിലേക്ക് അണിചേർക്കാനുമാകും. വിവിധ കേരള കോൺഗ്രസുകളിൽ നിന്നുള്ള ഒറ്റയൊറ്റ നേതാക്കളിൽ പലരുമായും അൻവറും ഒപ്പമുള്ളവരും ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. NCP പോലുള്ള ചില പാർട്ടികളിലെ ചില നേതാക്കളും ചില മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ളവരും അൻവറിനൊപ്പം തൃണമൂലിൽ എത്തിയേക്കും. CPM-ലെ നിലവിലെ നേതൃത്വത്തെയും പിണറായിയെ എതിർക്കുന്നവരും അൻവറിനൊപ്പം തൃണമൂലിലേക്ക് ചേക്കേറിയേക്കാം. ഇവരെയെല്ലാം ആകർഷിക്കാൻ കൂടിയാണ് പിണറായിസത്തിനെതിരായ പോരാട്ടമെന്ന് അൻവർ ആവർത്തിച്ച് പറയുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ കാര്യമായ വേരോട്ടമുണ്ടാക്കിയാൽ നിയമസഭയിൽ തോറ്റാലും അൻവറിന് രാജ്യസഭാ അംഗത്വമടക്കം വലിയ പദവികളും അംഗീകാരങ്ങളും തൃണമൂൽ നൽകും. അൻവറിലൂടെ കേരളത്തിൽ നേട്ടമുണ്ടാക്കാനായാൽ തെക്കേ ഇന്ത്യയിലും സാന്നിധ്യമുണ്ടെന്ന് അവകാശപ്പെടാൻ മമതയ്ക്ക് കഴിയും. ദേശീയ പാർട്ടി എന്ന പദവിയുണ്ടെങ്കിലും ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും സാന്നിധ്യമെന്ന സ്വപ്നം ഇതിലൂടെ സാക്ഷാത്കരിക്കപ്പെടാം. പ്രധാനമന്ത്രി പദം മോഹിക്കുന്ന മമതയ്ക്ക് ഇത് നിർണായകമാണ്. ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും തോൽവി പിണയുകയും ചെയ്താൽ രാഷ്ട്രീയ ഭാവി ഇല്ലാതെയാകുമെന്ന് അൻവറിന് ബോധ്യമുണ്ടായിരുന്നു. അതിനാലാണ് രാജിവെച്ചുള്ള കരുനീക്കം നടത്തിയത്. അൻവറിന്റെ പിന്തുണ വേണ്ടെന്ന് പറയാൻ UDF-നും കഴിയില്ല. പ്രതിപക്ഷ നേതാവ് പിന്തുണയെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ക്രൈസ്തവ സഭകൾക്ക് നിർണായക സ്വാധീനമുള്ള മലയോര മണ്ഡലങ്ങളിൽ വന്യജീവി മനുഷ്യ സംഘർഷം ഉയർത്തിക്കാട്ടി അൻവർ നടത്തുന്ന പ്രചാരണം വോട്ടായി മാറുമെന്നാണ് UDF-ന്റെ വിലയിരുത്തൽ. ബംഗാളിന് പുറത്ത് കഴിയുന്നത്ര ഇടങ്ങളിൽ വേരുപടർത്തി കൂടുതൽ ദേശീയ പ്രസക്തിയുള്ള പാർട്ടിയായി തൃണമൂൽ കോൺഗ്രസിനെ മാറ്റുകയാണ് മമതാ ബാനർജിയുടെ ലക്ഷ്യം. CPM വിരോധമാണ് മമതയുടെയും അൻവറിന്റെയും പൊതുഘടകം. ഇത് കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായി മാറിയേക്കുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം നിരന്തരം ആര്യാടൻ ഷൗക്കത്തിനെ ആക്രമിച്ചുകൊണ്ട് അൻവർ രംഗത്ത് വരുന്നതാണ് UDF-ന് തലവേദനയായി മാറുന്നത്. ഷൗക്കത്തിനെതിരെ വീണ്ടും ഇന്ന് അൻവർ രംഗത്ത് വന്നു. വനം വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ താൻ ഇടപെട്ടില്ലെന്ന് ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞത് അദ്ദേഹം സ്ഥിരമായി നാട്ടിലില്ലാത്തത് കൊണ്ടാണെന്ന് PV അൻവർ പറഞ്ഞു. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ആര്യാടൻ ഷൗക്കത്ത് അറിയുന്നില്ലെന്നും PV അൻവർ വിമർശിച്ചു. അടുത്ത തദ്ദേശ തിരഞ്ഞെടുപ്പിൽ UDF-ന് നിരുപാധിക പിന്തുണ നൽകുമെന്നും മണ്ഡലത്തിലെ മികച്ച സാമൂഹ്യ ചുറ്റുപാട് VS ജോയിക്ക് ഉണ്ടെന്നും PV അൻവർ പറയുന്നു. അതേസമയം PV അൻവറിന്റെ ക്ഷണം തള്ളി AV ഗോപിനാഥ് രംഗത്ത് വന്നിട്ടുണ്ട്. അൻവറിന്റെ UDF പ്രവേശനം ഗുണം ചെയ്യില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് വിട്ട പാലക്കാട് മുൻ DCC പ്രസിഡന്റ് AV ഗോപിനാഥിനെ PV അൻവർ പാർട്ടിയിലേക്ക് ക്ഷണിച്ചിരുന്നു. അൻവർ പെരിങ്ങോട്ടുകുറിശ്ശിയിലെ ഗോപിനാഥിന്റെ വീട്ടിലെത്തിയിരുന്നു. എന്നാൽ സ്വതന്ത്ര സംവിധാനത്തിൽ പ്രവർത്തിക്കാനാണ് താല്പര്യമെന്ന് അദ്ദേഹം പറഞ്ഞു. അടുത്ത തദ്ദേശ തിരഞ്ഞെടുപ്പിൽ LDF-ന്റെ പിന്തുണ തേടുമെന്നും ഗോപിനാഥ് പ്രതികരിച്ചു. നന്ദി.